ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൂവ് കാണുന്നില്ലേ? നല്ല റോസും അതുപോലെ തന്നെ നല്ലൊരു ക്രീം കളറും കൂടി മിക്സിംഗ് ആയിട്ട് വരുന്ന പൂവാണ്. നിറയെ തേനീച്ചയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടി 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 തേനീച്ചയൊക്കെ വന്നിട്ട് ഇങ്ങനെ തേനൊക്കെ കുടിക്കുന്നുണ്ട്. ഈ പൂവ് ഏത് ചെടിൻ്റെയാണെന്ന് അറിയോ ഗൈസ്? കാണിച്ചു തരാം. ഇതാണ്ടില്ല, എത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ ഈ ഒരു ചെടിൻ്റെയാണ്, നമ്മുടെ മൈലാഞ്ചി ചെടി. മൈലാഞ്ചി ചെടിയിലുണ്ടായ പൂവാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വെച്ച മൈലാഞ്ചി ചെടി ഇപ്പോൾ 1 വർഷമൊക്കെ ആയി വെച്ചിട്ട്. അപ്പോൾ അതിൽ നിറയെ പൂവും അതുപോലെ തന്നെ കായും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈലാഞ്ചിയൊക്കെ പറിച്ച് നന്നായിട്ട് മുടിയിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. മുടി വളരാനും അതുപോലെ തന്നെ താരനൊക്കെ പോവാനും ഒക്കെ നല്ലതല്ലേ മൈലാഞ്ചി? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാച്ചുറലായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് നമ്മൾ വീട്ടിൽ മൈലാഞ്ചി ചെടി വെച്ചിട്ട് അത് നിലപറിച്ച് യൂസ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഇതിൽ കായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ട് ഭംഗിയുള്ള പൂവാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു അറ്റത്തൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് കായ് വന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു കായ് വന്നിട്ടുണ്ട്. പിന്നെ ഈ കായ് കുറച്ചുകൂടി മൂപ്പാവുന്നത് കാണിച്ചു തരാം. കണ്ടില്ലേ, കുറച്ചുകൂടി വലുതായിട്ടുണ്ട് ഈ കായ്. ഇവിടെ നല്ല പൊക്കം പോയിട്ടുണ്ട് ഈ ഒരു മൈലാഞ്ചി ചെടി. നമുക്കിതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുത്ത് കുറച്ചുകൂടി ആവുന്ന സമയത്ത് നമുക്കിത് മണ്ണിലോട്ട് മാറ്റാം. ഇതുപോലൊരു ചെറിയ ചെടി മതി നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. താരനൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും ഈ ഒരു മൈലാഞ്ചി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നല്ല തണുപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ഹെയറിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പാണിത്. മുടിക്കും തലയ്ക്കും ഒക്കെ നല്ലൊരു തണുപ്പ് കിട്ടും. അപ്പം നല്ല രസമില്ല ഈ ഒരു പൂവ് കാണാനായിട്ട്? കണ്ടില്ലേ എത്രയാണ് ഇതിൽ തേനീച്ച വന്നിരിക്കുന്നത് നോക്കൂ. ഒരുപാട് തേനീച്ച ഇങ്ങനെ തേൻ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ ഈ ഒരു മൈലാഞ്ചി ചെടിയിലെ പൂവ്? അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.